വാർത്തകൾ തുടരുന്നു. നാട്ടികയിൽ അൻസിൽ വധക്കേസിൽ ഉൾപ്പെട്ട പ്രതികളിൽ 2 പേരെ ചൊവ്വാഴ്ച വീണ്ടും തെളിവെടുപ്പിന് കൊണ്ടുവന്നു. ചേർക്കര ഗ്രൗണ്ടിന് സമീപം നടന്ന തെളിവെടുപ്പിൽ അക്രമത്തിന് ഉപയോഗിച്ച വാൾ കണ്ടെടുത്തു. ചിഞ്ചുമോൻ എന്ന സനീഷ്, പ്രണവ് എന്നിവരെയാണ് വലപ്പാട് CI രതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. കൂടുതൽ തെളിവെടുപ്പിനായി പ്രതികളെ വീണ്ടും സംഭവസ്ഥലത്ത് കൊണ്ടുവരുമെന്ന് CI രതീഷ് കുമാർ പറഞ്ഞു. സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികളിൽ 2 പേരെ കഴിഞ്ഞ ദിവസം ചെമ്മാപ്പള്ളി കോളനി പരിസരത്ത് തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരുന്നു. ഇരുമ്പുവടി, മദ്യക്കുപ്പികൾ തുടങ്ങിയവ പോലീസ് കണ്ടെടുത്തു. CIയെ കൂടാതെ CPOമാരായ ലിജു, റഫീഖ് എന്നിവരും ഉണ്ടായിരുന്നു. നടൻ വിനീത് തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തി. മാളയിൽ ഇക്കഴിഞ്ഞ ദിവസം ജില്ലാ സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് ചൊവ്വാഴ്ച വിനീത് തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയത്. രാവിലെ പന്തിരടി പൂജയ്ക്ക് ശേഷം ക്ഷേത്ര ദർശനത്തിനെത്തിയ വിനീത് അരമണിക്കൂറോളം ക്ഷേത്ര ദർശനത്തിന് ചിലവഴിച്ചു. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളായ വെടിവഴിപാട്, മീനൂട്ട്, അവിൽ നിവേദ്യം മുതലായവയും നടത്തി. ക്ഷേത്രനടയിൽ മേൽശാന്തി ചെറുമുക്ക് മാധവൻ നമ്പൂതിരി വിനീതിന് പ്രസാദം വിതരണം ചെയ്തു. ക്ഷേത്ര ദർശനത്തിനെത്തിയ അദ്ദേഹത്തോടൊപ്പം തൃപ്രയാർ JCI പ്രസിഡന്റ് NB സ്വരാജും ക്ഷേത്രം ജീവനക്കാരും ഉണ്ടായിരുന്നു. YMC ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കമ്പ്യൂട്ടറുകൾ നൽകി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് OA ജെൻട്രിൻ കമ്പ്യൂട്ടറുകൾ സ്കൂൾ പ്രധാനാധ്യാപിക ഗ്രാസിയ പോളിന് കൈമാറി. പഞ്ചായത്ത് അംഗം TS ദാസൻ, ഹസീന മജീദ്, AP ലാലി, കാതറിൻ, സീന എന്നിവർ പങ്കെടുത്തു. കോതകുളം ഇല്ലിക്കുഴി പ്രദേശത്ത് തണ്ണീർത്തടം നികത്തുന്നത് BJP പ്രവർത്തകർ തടഞ്ഞു. BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BJP ജില്ലാ സെക്രട്ടറി സേവ്യൻ പള്ളത്ത്, മണ്ഡലം ട്രഷറർ സജീഷ് കുറ്റിക്കാട്ട്, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ഷൈൻ നെടിയിരുപ്പിൽ, വാസുദേവൻ, ഷിൻഡോനാഥ്, അഖിൽ, നാരായണൻ തുടങ്ങിയവർ ചേർന്നാണ് നികത്തൽ തടഞ്ഞത്. ഈ പാടശേഖരം തന്നെ ഈ പാടം തന്നെ തൂർക്കുന്ന സാഹചര്യത്തിൽ CPMൻ്റെയും അതിൻ്റെ യുവജന സംഘടനയായിട്ടുള്ള DYFIയുടെയും പ്രവർത്തകർ ഇവിടെ വന്ന് തടയുകയും കൊടികുത്തുകയും അതിനുശേഷം ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം അവർക്ക് ലഭിച്ച സാമ്പത്തിക ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടിയൂരുകയും സമരത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ്. കൃത്യമായി പറഞ്ഞാൽ ഇവിടുത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ സംഘടനകളും ഇവിടെ നീതി നിയമം നടപ്പിലാക്കേണ്ട ഭരണകൂട സംവിധാനങ്ങളുമൊക്കെ ഒത്തുചേർന്നുകൊണ്ട് ഈ നാട്ടിലെ നിലനിൽക്കേണ്ട സാഹചര്യങ്ങളെ, അനുകൂലമായ സാഹചര്യങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഒരു മാസം മുൻപ് ഇതേ സ്ഥലം നികത്തുന്നത് CPIM DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തടയുകയും കൊടിനാട്ടുകയും ചെയ്തിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കയ്പമംഗലം പഞ്ചായത്ത് 6ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് സമാധാനപരം. പോളിംഗ് 76%. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന് ശിലയിട്ടു. വിദ്യാലയങ്ങളിലെ ഉച്ചക്കഞ്ഞി വിതരണം അവതാളത്തിലേക്ക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.